Hello everyone, my name is Mohammed Safwan CP. I'm your new physical education teacher. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലാണെന്നറിയാം. അപ്പോൾ ഈ സബ്ജക്റ്റ് വിട്ടുപോയൊരു സാഹചര്യമാണ്. അപ്പോൾ എക്സസൈസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസും കുറച്ച് ബിഗിനേഴ്സിനുള്ള എക്സസൈസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീക്കിൽ നമുക്ക് ബോഡി കണ്ടീഷൻ ചെയ്തെടുക്കാനുള്ള എക്സസൈസ് ആണ് ഇപ്പോൾ കാണിച്ചു വരുന്നത്. അത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണ്. വാട്ട് ഈസ് എക്സസൈസ്? In simple terms, exercise is any movement that works your body at greater intensity than your daily activity. Exercise raises your heart rate and works your muscles and improves your physical fitness. ഇനി നമുക്ക് ഒരു 5 ബെനിഫിറ്റ്സ് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് എക്സസൈസ് ഇംപ്രൂവ്സ് യുവർ വെയിറ്റ് ലോസ്. അതായത് നമ്മുടെ ഇപ്പോൾ തടിയുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ തടി കുറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് എക്സസൈസ് വളരെയധികം സഹായിക്കും. അടുത്തത്, എക്സസൈസ് റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡിസീസസ്. അതായത് പലതരത്തിലുള്ള ഡിസീസസ് കുറക്കാൻ എക്സസൈസ് വളരെ അധികം ഉപകാരപ്പെടും. കാരണം ഇപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ വർദ്ധിച്ച് നമ്മുടെ റിസ്ക് ഓഫ് ഡിസീസസ് അത് കുറക്കാൻ വളരെയധികം സഹായിക്കും. ഇംപ്രൂവ്സ് സ്ട്രെങ്ത്, ബോൺ ഡെൻസിറ്റി ആൻഡ് ജോയിന്റ് ഹെൽത്ത്. അതായത് എക്സസൈസ് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ആകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ജോയിന്റ് ഹെൽത്ത്, നമ്മുടെ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന പലതരം ഇഞ്ചുറീസും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി കൂടാൻ സഹായിക്കും. എക്സസൈസ് ഇംപ്രൂവ്സ് യുവർ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. അതായത് നമ്മുടെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ ഡെയിലി എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അതായത് നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ലെവലിൽ ഇംപ്രൂവ് ആവും. നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആവും. അങ്ങനെ നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനും നല്ലൊരു മൂഡ്, അതായത് നല്ലൊരു മെന്റൽ ഹെൽത്ത് തരാനും ഇമോഷണൽ ഹെൽത്ത് തരാനും സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് ടൈം ടു ഗെറ്റ് ആക്റ്റീവ്. അതായത് ഇപ്പോൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഈ എക്സസൈസ് എല്ലാം ചെയ്താൽ നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവായി കിട്ടും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ നമുക്ക് ഉപകാരങ്ങൾ കൂടുതലാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ വർദ്ധിക്കാൻ സഹായിക്കും. അതായത് സ്വെറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ വർദ്ധിക്കും. അങ്ങനെ നമ്മുടെ ബോഡി നല്ലൊരു ഫിറ്റ്നസ് ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എക്സസൈസ് ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ് വീക്കിൽ ബോയ്സിനും ഗേൾസിനും മാറി ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ആണ്. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് നമ്മൾ പുതിയ എക്സസൈസ് ഒരു സെറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ആദ്യം നമ്മൾ ബോഡി കണ്ടീഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ചിലപ്പോൾ കൂടുതലല്ല കുറച്ച് സ്റ്റുഡൻസ് ചിലപ്പോൾ അത്യാവശ്യം ഇന്റൻസിറ്റി വർക്കൗട്ട് ഓൾറെഡി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിന് വെച്ചിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് തരാൻ എന്നെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഓക്കെ, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഹൈസ്കൂൾ സ്റ്റുഡൻസിന് പറ്റിയ കുറച്ച് എക്സസൈസ് ആണ്. അപ്പോ ഇതില് നമ്മൾ കുറച്ച് പുഷപ്സ്, അങ്ങനെ കുറച്ച് ഇന്റൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഇന്റൻസിറ്റീവ് ആയിട്ട് കുറച്ച് ഹാർഡ് എക്സസൈസ് കൂടുമ്പോൾ നമ്മുടെ വാമപ്പ് ചെയ്യാതെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോയിന്റ്സിനും മസിൽസിനും ഇഞ്ചുറി ടിയർ വരാൻ സാധ്യതയുണ്ട്. അപ്പോ മാക്സിമം വാമപ്പ് ചെയ്ത് ബോഡി നല്ല ഹീറ്റ് ആയതിനു ശേഷം മാത്രം ഈ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീർച്ചയായും വാം ഡൗൺ എക്സസൈസ് ചെയ്യുക. കാരണം നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ബ്രേക്ക് ഡൗൺ ആവും. അതായത് മസിൽസ് ബ്രേക്ക് ഡൗൺ ആയി ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ആയി അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായാൽ നമുക്ക് മസിൽ പെയിൻ അല്ലെങ്കിൽ ബോഡി പെയിൻ വരും. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ വാം ഡൗൺ എക്സസൈസസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് എക്സസൈസ് എല്ലാം ചെയ്ത് വാം ഡൗൺ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ബോഡി കൂൾ ഡൗൺ ആയി നമ്മൾ പെട്ടെന്ന് കുളിക്കണം. പോയിട്ട് കുളിച്ചതിന് ശേഷം പെട്ടെന്നല്ല വേർപ്പെല്ലാം വറ്റിയതിനു ശേഷം കുളിച്ച്
എന്നിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ പ്രത്യേകിച്ച് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ ഒരു ടൈം സെറ്റ് ചെയ്യുക, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പൊ നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ, അതായത് ടെസ്റ്റോസ്റ്ററോൺ അങ്ങനെ മസിലിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ആവുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ല എഫക്റ്റ് ലഭിക്കും. അതുപോലെ തന്നെ ഇത് ഈ എക്സസൈസ് ഗേൾസിനും വേണ്ടിയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേൾസും ബോയ്സും ഒരുപോലെ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യമായി നമ്മൾ വാപ്പ് ചെയ്യുമ്പോൾ കുറച്ച് സ്പോർട്ട് എക്സസൈസസ്, അതായത് ഇപ്പൊ നമുക്ക് ലോക്ക്ഡൌൺ കാലമാണ്, പുറത്ത് പോകാൻ പറ്റില്ല, അത് നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ഒരു റൂം കിട്ടിയാൽ നമുക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് കുറച്ച് സ്പോർട്ട് എക്സസൈസ് ചെയ്യാം. അത് ആദ്യമായിട്ട് സ്പോർട്ട് ജോഗിങ്. ഓക്കെ, ഇത് വലിയ കുട്ടികളായതുകൊണ്ട് നമുക്കൊരു 5 to 10 minutes, അതായത് സ്റ്റാമിന അനുസരിച്ചിട്ട് റെസ്റ്റ് എടുത്ത് ഒരു 5 to 10 minutes ചെയ്യുക. പിന്നെ ഓരോ എക്സസൈസ് കഴിയുമ്പോഴും 30 seconds റെസ്റ്റ് എടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്പോർട്ട് ജമ്പിങ്. സ്കിപ്പിംഗ് റോപ്പ് ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്ത് ഒരു 5 to 10 minutes ഒക്കെ നമുക്ക് സ്കിപ്പിംഗ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ജമ്പിങ് ജാക്സ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഹൈനീസ് ചെയ്യാം. ഹൈനീസ്. ഓക്കെ, ഓക്കെ, ഇനി അടുത്തത് ബട്ട് കിക്സ്. ഓക്കെ, ഇതൊക്കെ ഒരു 5 minutes to 10 minutes ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി അത്യാവശ്യം നല്ല ഹീറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇനി നമുക്ക് അടുത്തത് കുറച്ച് റൊട്ടേഷൻ എക്സസൈസ് ചെയ്യാം. അതായത് നമ്മുടെ ജോയിന്റ്സ് എല്ലാം ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടി, ഇഞ്ചുറീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൊട്ടേഷൻ എക്സസൈസ് ചെയ്യാം. ഓക്കെ, മുന്നിലോട്ടും അതുപോലെ തന്നെ ബാക്കിലോട്ടും ആയത് നെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ചെയ്തതിനു ശേഷം റൊട്ടേഷൻ ചെയ്യാവുന്നതാണ്. ഹാഫ് റൊട്ടേഷനോട് ചെയ്യാൻ പറ്റുക. ഫുൾ റൊട്ടേഷൻ, അതായത് പിന്നെ ഫുൾ റൊട്ടേഷൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് ആകുമ്പോൾ ഇഞ്ചുറീസ് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഹാഫ് റൊട്ടേഷൻ എടുക്കുക. പിന്നെ അടുത്തത് ഹാഫ് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോൾഡേഴ്സിന് വേണ്ടി ചെയ്യാം. ഓക്കെ, റിവേഴ്സ് ചെയ്യാം ഒരു 5 times. ഓക്കെ, ഇനി 1 2 3 4 5 6 7 8 9 10. അപ്പോ ഇനി അടുത്തത് റിസ്റ്റ്. 1 2 3 4 5 6 7 8 10. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് ഉള്ളത് ഹിപ്പാണ്. ഹിപ്പിന് വേണ്ടി ചെയ്യാം. ഹിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഹിപ്പും ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ഹാഫ് റൊട്ടേഷൻ ചെയ്താൽ മതി. ഫുൾ റൊട്ടേഷൻ ചെയ്ത് നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത വേണ്ട. അപ്പൊ എല്ലാവരും ഹാഫ് റൊട്ടേഷൻ മാത്രം ചെയ്യുക. 1 2 3 4 5. 1 2 3 4 5. ഇനി നമുക്ക് knee. 1 2 3 4 5 6. 1 2 3 4 5 6. 1 2 3 4 5 6.
1 2 3 4 5 6 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നമ്മൾ റൊട്ടേഷണൽ എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും സ്ട്രെച്ചിങ് ആദ്യം ചെയ്യരുത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ട്രെച്ചിങ് മുന്നേ പോയി ചെയ്യും. അങ്ങനെ മുന്നേ പോയി ചെയ്തതിൽ വരുന്ന ഒരു പ്രശ്നമാണ്, അതായത് ടിയർ വരും. മസിൽസിലും ലിഗ്മെന്റ്സിലും ടിയർ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മസിൽസ് കോൾഡ് ആയി കിടക്കുമ്പോൾ ഹീറ്റ് ആവാതെ കിടക്കുന്ന ടൈമിൽ പെട്ടെന്ന് സ്ട്രെച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിയർ വരും. അപ്പോൾ മാക്സിമം നമ്മുടെ ബോഡി ഹീറ്റ് ആയതിനു ശേഷം മാത്രം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്യാം. അതായത് നമ്മുടെ ഫുൾ ബോഡി നമ്മൾ തീർച്ചയായിട്ടും വീക്കിൽ ഒരു ഡേ നമ്മൾ സ്ട്രെച്ചിങ്ങിനായിട്ട് മാറ്റി വെക്കണം. അന്ന് വേറെ വർക്കൗട്ട് ഒന്നും ഇല്ലാതെ സ്ട്രെച്ചിങ്ങിനായിട്ട് ചെയ്തു വെച്ചാൽ അതിന് വളരെ കൂടുതൽ ഉപകാരമുള്ളൂ. നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ ഇഞ്ചുറീസ് കുറയും. അതുപോലെ തന്നെ ബോഡി പോസ്റ്റർ റെഡിയാവും. ഫ്ലെക്സിബിലിറ്റി, അതായത് കൂടുതൽ എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡി സ്റ്റിഫ് ആവുമ്പോൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡി കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് 1-2 സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, സ്ലോ ആയിട്ട് ചെയ്യാം. ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേങ്കിൽ ഇത് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ സ്ലോ ചെയ്യുക. പെട്ടെന്ന് ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ ടീർ വരാൻ സാധ്യതയുണ്ട് ലിഗ്മെന്റ്സും മസിൽസിനും. അപ്പോൾ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് ഏതാവട്ടെ ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതൊക്കെ ഇപ്പൊ ഇത് ചെയ്തത് നമ്മുടെ ചെസ്റ്റ് ഈ ഭാഗം സ്ട്രെച്ച് ആയി കിട്ടും. പിന്നെ ഈ ചെയ്ത എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിങ്സ്, നമ്മുടെ കൈ സ്ട്രെച്ച് ആയി കിട്ടും. ഓക്കെ, ഇത് ഈ എക്സസൈസ് പറ്റുന്നവർ മാത്രം ചെയ്യാം. ഇത് ചെയ്ത് നമ്മുടെ കാല് വൈഡായിട്ട് പോകാനുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ അത് കുറച്ച് യൂസ്ഫുൾ ആണ്. അത് കഴിയുന്നവർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ചുമരിലോ ഒക്കെ സപ്പോർട്ട്, അതായത് സപ്പോർട്ട് ചെയ്ത് വെച്ച് ചെയ്യുന്നതാണ്. നമ്മുടെ കൈ സപ്പോർട്ട് വെക്ക് എന്നിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കാഫ് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഫുൾ ബോഡി എക്സസൈസസ്, അതായത് ഗേൾസും ബോയ്സും ചെയ്യുന്ന കുറച്ച് എക്സസൈസ് ആണ്. അപ്പോ അത് ശ്രദ്ധിക്കുക. ചെയ്യാൻ റിസ്ക് ഉള്ളതാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ അപ്പോ ഒരു 10 വട്ടം, അതായത് 10 ടൈംസ് റിപ്പീറ്റേഷൻ ചെയ്യാൻ കഴിയില്ല എന്ന് ആണെങ്കിൽ നമുക്ക് വെറും ഒരു 2 റെപ്പിറ്റേഷൻ അല്ലെങ്കിൽ 5 റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്ത് നിർത്തുക. പിന്നെ ഇത് ഒരു വീക്ക് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് അഡാപ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് വീണ്ടും ഒരാഴ്ച കൂടി ഒരു വീക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ തീർച്ചയായിട്ടും അഡാപ്റ്റ് ആവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോ നമ്മൾ ആദ്യം ലോവർ ബോഡി എക്സസൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 രീതി കാണിച്ചു തരുന്നുണ്ട്. അപ്പോ കുറച്ചും കൂടി എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഫുൾ സ്ക്വാട്ട് ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ ഹാഫ് സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഫുൾ സ്ക്വാട്ട് ആണ് കാണിക്കുന്നത്.
ഒരു 10 എണ്ണം. ഇത് നമ്മൾ ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ പെട്ടെന്ന് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ നീക്കാത്തൊരവസ്ഥയാണ്, ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ 10 എണ്ണം മതി. ഞാൻ എടുത്തത് ഒരു ഹാഫ് സ്ക്വാട്ട്. ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് സ്ക്വാട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ജമ്പ് ചെയ്തിട്ട് സ്ക്വാട്ട് ചെയ്യാം. ജമ്പിങ് സ്ക്വാട്ട്. ഓക്കെ, ഇത് ഹാഫ് സ്ക്വാട്ട് ഒക്കെ ചെയ്ത് ഇത് നേരെ കുറച്ചും കൂടി ഇന്റൻസിറ്റി വരും. ഇത് പോരാ എന്ന് തോന്നുന്നവരെ എന്ത് ചെയ്യാം, ഫുൾ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ലഞ്ചസ് ചെയ്യാം. ഓക്കെ, ഇതില് 2 പാർട്ടാക്കിയിരിക്കുന്നു. പാർട്ടിലെ 2 ആൾക്കാർക്ക് വേണ്ടി, അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ, തീരെ ചെയ്യാത്തവരാണെങ്കിൽ ഒരു 6 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം വെച്ച് ചെയ്ത് നിർത്താം. ഒരു കാലിന് ലെഗിന്. കുറച്ച് കൂടുതലേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 8 to 10 റിപ്പീറ്റേഷൻ ചെയ്യാം. ചേഞ്ച് ചെയ്യാം. അത് വേറെ സൈഡിൽ നിന്ന് ചെയ്താൽ വെച്ചാൽ സ്കൂട്ട് ചെയ്യുന്നത് പോലെ കാണുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഒരു കാര്യം ഫ്രണ്ടിൽ വെക്കുക. ഓക്കെ, ഹിപ്പിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ലോവർ ബോഡിക്ക് ഇത് മതി. ഫസ്റ്റ് വീക്ക് നമ്മൾ ഡെയിലി ഇത് മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തത് അപ്പർ ബോഡി കുറച്ച് എക്സസൈസ് കൂടി നോക്കാം. അതായത് പുഷപ്പ് അടിച്ച് പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുൾ പുഷപ്പ് ചെയ്യാം. നേരെ മറിച്ച് ഫസ്റ്റ് ടൈം ഗേൾസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. അതായത് പുഷപ്പ് പൊസിഷനിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യാം, വേറെ ഒന്നും ചെയ്യണം. ഇനി പുഷപ്പ് ബോയ്സ് ഒക്കെ ആണെങ്കിൽ പുഷപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതായത് നേരെ മുറിച്ച് പുഷപ്പ് അടിക്കാൻ സാധിക്കുന്നില്ല, അപ്പൊ എന്ത് ചെയ്യണം, നീല് വെച്ചിട്ട് ഈ പുഷപ്സ്, അതായത് ഒരു ചെസ്റ്റിന്റെ അതേ പൊസിഷനിൽ കൈ വെക്കുക. ഈ പുഷപ്സ് എന്ന് പറഞ്ഞത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതൊരു 10 ടൈംസ്. അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഹോൾഡിൽ നിൽക്കാൻ പറഞ്ഞത് ഒരു 1 to 2 മിനിറ്റ്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് ചെയ്യാം, 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക, പിന്നെയും ചെയ്യാം. ഫുൾ പുഷപ്സ് ഒരു 10 to 20 റെപ്പിറ്റേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ലോവർ ബോഡി കുറച്ച് ചെയ്തു, അപ്പർ ബോഡിയും ചെയ്തു. ഇതില് നമ്മൾ പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരുപാട് മസിൽസ് ഇതില് വർക്ക് ആവുന്നുണ്ട്. ചെസ്റ്റ്, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഫോർആം, ഷോൾഡർ, ഒരുപാട് മസിൽസ് ഇതില് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് വീക്കിലെ എക്സസൈസ് നിർത്തുകയാണ്. അതായത് ചെയ്ത് നിർത്തേണ്ട എക്സസൈസ് എന്താ വെച്ചാൽ ബർഫി എന്ന് പറയും. ബർഫി. ഓക്കെ, ജസ്റ്റ് ജമ്പ് ചെയ്യാം.
ഓക്കെ, വേറെ സൈഡിൽ ചെയ്യാം. ബർപ്പി. ഓക്കെ, ഇത് ചിലപ്പോ ഇത് മിക്കവാറും പെട്ടെന്ന് കൂടുതൽ റെപ്പിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 എണ്ണം ചെയ്യുക, റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 5 എണ്ണം ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ആ ഒരു ലെവലിൽ. അപ്പൊ ഒരു 10ഓ 20ഓ ചെയ്യാൻ പറ്റുക ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 10 എണ്ണം ചെയ്ത് നിർത്താം. അപ്പോൾ അത്യാവശ്യം ഒരു ഇന്റൻസിറ്റി കൂട്ടിയുള്ള എക്സസൈസ് ഒക്കെ ചെയ്തു. കുറച്ച് വലിയ കുട്ടികൾക്ക് എക്സസൈസ് ആണത്. അതുപോലെ തന്നെ നമ്മൾ 30 സെക്കൻഡ് മീൻസ് റെസ്റ്റ് എടുക്കുക. ഓരോ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് ബ്രീതിങ് എക്സസൈസസ്, അതായത് നമ്മൾ യോഗയിൽ പറയും പ്രാണായാമ. ഓക്കെ, പ്രാണായാമ എക്സസൈസ്. അതായത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഈ ഓക്സിജൻ ലെവൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കുറഞ്ഞു കിടക്കുന്ന ടൈമായിരിക്കും ഇത്. അപ്പോൾ കുറച്ച് നേരം കുറച്ചൊരു 3 വട്ടം നമുക്ക് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. ഓക്കെ, മാക്സിമം എയർ ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, കുറച്ച് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം എക്സൈൽ, ഫുൾ ശ്വാസം പുറത്തേക്ക് പോകും. പിന്നെ ഇൻഹേൽ ചെയ്യുമ്പോൾ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തിടുമ്പോൾ വായുവിലൂടെ എടുക്കുക. ഓക്കെ, ഇതെനിക്ക് 3 തവണ മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 റെപ്പിറ്റേഷൻ ഒക്കെ ചെയ്യാം. ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആയി കിട്ടും. മൈൻഡ് റിഫ്രഷ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിഫ്രഷ് ആവും, നമ്മുടെ ബോഡി റിക്കവർ ആവും ചെയ്യും. ഇപ്പോ ബോഡി ഭയങ്കര ഡൗൺ ആയിട്ട് ഓക്സിജൻ നമ്മുടെ ബോഡിയിൽ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോ നമ്മുടെ ബോഡി മൈൻഡ് റിഫ്രഷ് ചെയ്യാനും ഓക്സിജൻ കൂടുതലും ബോഡിയിൽ റീസ്റ്റോർ ചെയ്തെടുക്കാനും ഈ എക്സസൈസ് വളരെ സഹായിക്കും. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ആ ബോഡി കുറച്ച് റിലാക്സ് ആയിട്ടുണ്ടാവും. ഇനി അടുത്തതിന് ശേഷം ബോഡി മാക്സിമം ലൂസ് ചെയ്ത് വാം ഡൗൺ എക്സസൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ബോഡി ഹീറ്റായി കിടക്കില്ല. അപ്പോൾ വാം ഡൗൺ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊരു 10-15 മിനിറ്റിന് ശേഷം മാത്രമേ കുളിക്കാനൊക്കെ പോകാൻ പറ്റുള്ളൂ. കുളിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാം. ഇത് രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ, ഈവനിങ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 5 മണി അതിന് മുന്നേ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ മസിൽസ് ഒക്കെ ലൂസ് ചെയ്യാം. ഓക്കെ, പലരും ഈ വാം ഡൗൺ എക്സസൈസും ചെയ്യാറില്ല, പക്ഷെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബോഡി പെയിൻ ഒക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് സ്ലോ ജോഗിങ്, ബോഡി ഒന്ന് ഷെയ്ക്ക് ചെയ്ത്, കൈയും കാലൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറിയ ജോഗിങ് ചെയ്യും. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മൾ ഏകദേശം വാം ഡൗൺ എക്സസൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇനി ശവാസനം എന്ന് പറയുന്ന ഒരു ശവാസനം, അതായത് യോഗയിൽ ഉള്ളൊരു ശവാസനം, അത് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അത് ചെയ്യാം. കുറച്ച് നേരം റിലാക്സ് ആയി കിടന്ന് ബോഡി എല്ലാം ജോയിന്റ്സ് എല്ലാം ലൂസ് ചെയ്ത് റിലാക്സ് ആയി കിടന്നതിന് ശേഷം അത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേറെ, അത് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് യോഗന്റെ കുറച്ച് ടെക്നിക്സ് കൂടി നോക്കാം. യോഗന്റെ പല സൂര്യ നമസ്കാരമുണ്ട്. ഏറ്റവും ബെറ്റർ ആണ്. അതായത് ഏത് തരക്കാർക്കും, ഏത് പ്രായക്കാർക്കും, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും ചെയ്യാം സൂര്യ നമസ്കാരം. അപ്പോ അതിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ക്ലാസിന്റെ ഇന്റൻസിറ്റി കൂട്ടിയുള്ള അടുത്ത സ്റ്റേജ് 1, സ്റ്റേജ് 2 ഞാനൊരു ബിഗിനേഴ്സ് വേണ്ട എക്സസൈസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.